ഹലോ ഗെയ്സ്, നമുക്ക് നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതുണ്ടോ എൻ്റെ നാട്ടുപ്രദേശം? ഇതാണ് ആലുതരപ്പാറ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമാണ്. വരുന്ന വഴി കുറേ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. നല്ല ശക്തിയുള്ള അയ്യപ്പനാണ്. ഉണ്ടോ ഇതിൽ എൻ്റെ ഈ നേരെ കിടക്കുന്ന വഴി കണ്ടോ? ഈ നേരെ കിടക്കുന്ന ആ ഇടവഴി കണ്ടോ? ആ പടുത മൂടിയിട്ടേക്കുന്ന ആ ഇടവഴി നിങ്ങൾ കണ്ടോ? അതുവഴി പോയാൽ നേരെ മറ്റേ തോടെത്തുന്നതാണ്. ആൽത്തറ പാറയത്തോടെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. പിന്നെ ഒരു വഴി കൂടെ പോയാലും കാണാം നമ്മുടെ പാറയത്തോട്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ പെട്ടിവണ്ടി. ഇത് ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ. 7 സെൻറ്റ് അങ്ങോട്ടുണ്ട്. ഇനി ഇതാണ് എൻ്റെ വീട് കേട്ടോ. ലക്ഷറി വീടാണ്, ലക്ഷറി വീടൊന്നും ആണെന്ന് ആൾക്കാർ കരുതിയേക്കരുത് കേട്ടോ. സെൻറ്റ് വീടാണ് കേട്ടോ. ഇനി നമുക്ക് ആലുതരപ്പാറ തോട്ടിലേക്ക് പോകുന്ന പാറയത്തോട് അഥവാ പാറയത്തോടിലേക്ക് പോകുന്ന വേറൊരു വഴിയാണ് കേട്ടോ. ഇതുവഴി പോയാൽ നേരെ പാറയത്തോടാണ്. അതിൻ്റെ അടുത്ത് ഇങ്ങോട്ടൊരു ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മുടെ തോടെത്തും കേട്ടോ. അപ്പോൾ ആലുതരപ്പാറ തോട് വേണ്ടവർ കിഴവംകുളത്തിലേക്ക് വരിക. അവിടെ ചേർപ്പങ്കൽ, കുരിശുപള്ളി, അല്ലെങ്കിൽ മാർസിവ, മെഡിസിറ്റി, പാലായിൽ വരുന്ന ചിലവരുണ്ട്. മാർസിലവ മെഡിസിറ്റിന്ന് ഓട്ടോ സ്റ്റാൻഡിന് നേരെ നമ്മൾ വരിക. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞി ഇടവഴിയുണ്ട്. അവിടെ കുരിശുപള്ളി അങ്ങോട്ട് പോകണ്ട, ആ ഭാഗത്തേക്ക് പോകണ്ട. കൊടുവന റൂട്ടല്ല. പിന്നെ അവിടെ ഒരു കള്ളുഷാപ്പ് ഉണ്ട്. ആ കള്ളുഷാപ്പ് വഴി നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ മാത്രം മതി. അപ്പോൾ അവിടേക്ക് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം എന്ന് എഴുതി കാണിക്കും. അതിലേ പോന്നാൽ മതി. പിന്നെ വേറെ ആരോടെങ്കിലും വേണമെങ്കിൽ വഴി ചോദിച്ചാൽ മാത്രം മതി. അതുവഴി നേരെ ഇങ്ങോട്ട് പോരുക. അപ്പോൾ തന്നെ കുറച്ച് കയറ്റം കാണും. ആ കയറ്റം കയറണ്ട, നമ്മൾ നേരെ കിടക്കുന്ന വഴി തന്നെ പോവുക. അപ്പം തന്നെ നമ്മുടെ പാറത്തോട് എത്തിക്കോളും കേട്ടോ. ബൈ 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 ഗൈസ്.